Hi friends, Exam Selective Street ചാനലിലേക്ക് സ്വാഗതം. സാനിറ്ററി കെമിസ്ട്രി എക്സാം ടോപ്പിക് വൈസ് പ്ലസ് MCQ ക്ലാസ് ടോപ്പിക് കൊളോയിഡ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് കൊളോയിഡ്സ് എന്ന ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷൻ ക്ലാസും MCQ ക്വസ്റ്റ്യൻസും ആണ്. വിവിധ മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ കൊളോയിഡ്സ് എന്ന ടോപ്പിക് കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക് ആയതുകൊണ്ട് അതിന് തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ നോട്ട്സ് പറഞ്ഞതിന് ശേഷമാണ് MCQs ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടൈം കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പോൾ ആ ഒരു ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യം കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് MCQs നോക്കുന്നത്. സ്പെഷ്യൽ നോട്ട് ഫോർ കൊളോയിഡ്സ്, ദെൻ MCQs. പാർട്ട് 1 സ്പെഷ്യൽ നോട്ട് ഫോർ കൊളോയിഡ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസിന്റെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കമന്റ് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യത്തെ മോക്ക് ടെസ്റ്റിന് ഒരേ ഒരാൾ മാത്രമാണ് മാർക്ക് കമന്റ് ചെയ്തത്. ക്ലാസ് കുറെ അധികം പേര് കണ്ടിട്ടുണ്ട്. അവരാരും മാർക്ക് കമന്റ് ചെയ്തിട്ടില്ല. ഈ മാർക്ക് കമന്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. മാർക്ക് കമന്റ് ചെയ്ത ആൾക്ക് സ്പെഷ്യൽ ആയിട്ടൊരു താങ്ക്സ് പറയുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ മാർക്ക് കമന്റ് ചെയ്യുക. ആദ്യം നമുക്ക് സ്പെഷ്യൽ നോട്ട്സ് വായിക്കാം. സ്പെഷ്യൽ നോട്ട്സ് വായിക്കുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കുക. പോയിന്റ്സ് വായിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക. പ്രീവിയസ് ചോദ്യപേപ്പറിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്ക് നോട്ട്സിലോട്ട് പോകാം. കൊളോയിഡൽ സൊല്യൂഷൻസ് ആർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻസ് ആൻഡ് സസ്പെൻഷൻസ്. ട്രൂ സൊല്യൂഷൻസിന്റെയും സസ്പെൻഷന്റെയും ഇടയിലായിട്ട് നിൽക്കുന്നതാണ് കൊളോയിഡൽ സൊല്യൂഷൻസ്. ദ സൈസ് ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ് റേഞ്ച് ഫ്രം 1 to 1000 നാനോമീറ്റർ, 10⁻⁹ to 10⁻�6 മീറ്റർ. അപ്പൊ ഈ പോയിന്റ് പഠിച്ചു വെക്കുക. കാരണം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ചോദിച്ച ചോദ്യമാണ്. സൈസ് ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾ റേഞ്ചസ് ഫ്രം 10⁻⁹ to 10⁻�6 meter or 1 to 1000 nanometer. Next point, a colloidal system consists of two phases, one dispersed phase, two dispersion medium. ഇനി അങ്ങോട്ടുള്ള പോയിന്റ്സ് വായിക്കുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ധാരാളം പ്രാവശ്യം നിങ്ങൾ കേൾക്കുന്നതാണ്. ഈ MCQ ക്വസ്റ്റ്യൻസിലും ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം ഒക്കെ വരുന്നതാണ്. അപ്പൊ ഇപ്പൊ തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പൊ കൊളോയിഡൽ സിസ്റ്റത്തിന് രണ്ട് ഫേസ് ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും. നെക്സ്റ്റ് പോയിന്റ്, colloidal systems are classified in 3 ways depending on. colloidal system മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. 1. Physical states of the dispersed phase and dispersion medium. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്സ് അനുസരിച്ചാണ് ഒരു ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും ഇന്ററാക്ഷൻ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. തേർഡ്, നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. കൊളോയിഡൽ സിസ്റ്റത്തിന്റെ രണ്ട് ഫേസ് ആണ്, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം. ഇനി എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, എന്താണ് ഡിസ്പേർഷൻ മീഡിയം നോക്കാം. ശ്രദ്ധയോടെ കേട്ടിരിക്കുക. എ കൊളോയിഡ് ഈസ് എ ഹെട്രോജീനസ് സിസ്റ്റം. ഹെട്രോജീനസ് സിസ്റ്റം എന്താണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ടാസ്ക് ഇതാണ്, നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക്. ഹെട്രോജീനസ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. എ കൊളോയിഡ് ഈസ് എ ഹെട്രോജീനസ് സിസ്റ്റം ഇൻ വിച്ച് വൺ സബ്സ്റ്റൻസ് ഈസ് ഡിസ്പേഴ്സ്ഡ് as very fine particles in other substance called dispersion medium. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ എന്താണ് കൊളോയിഡ്സിന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്സ് ആണ്. ഇത് +2 ലെവൽ എക്സാമിന് വേണ്ടിയുള്ള പോയിന്റ്സ് ആണ്. നിങ്ങളിപ്പോൾ ഇത്രയും പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ എന്താണ് ഈ പോയിന്റ്സിൽ പറയുന്നത് മനസ്സിലാക്കുക. നെക്സ്റ്റ് പോയിന്റ്, the essential difference between a solution and a colloid is that of particle size. The essential difference between a solution and a colloid is that of particle size. While in solution, the constituent particles are ions or small molecules in a colloid. The dispersed phase may consist of particles of a single macromolecule or an aggregate of many atoms, ions or molecules. Colloidal particles are larger than simple molecules but small enough to remain suspended. Their range of diameter is between 1 and 1000 nanometer or 10⁻⁹ to 10⁻�6 meter. Whipped cream is a form which is a gas dispersed in a liquid. Firefighting foam used at emergency airplane landings are also colloidal system. Most biological fluids are aqueous solids dispersed in water. Next ടേബിൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ഈ പോയിന്റ്സ് വരുന്നതാണ്. നമുക്ക് നോക്കാം. സോൾസ് എന്താണ് സോൾസ് നോക്കാം. സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്, അതായത് സോളിഡ്സ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്സ്. ഇവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ്. നെക്സ്റ്റ്, ജെൽസ്. ജെൽസ് എന്ന് പറയുന്നത് ലിക്വിഡ്സ് ഇൻ സോളിഡ്സ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ജെൽ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഇൻ സോളിഡ്, സോളിഡിൽ ലിക്വിഡ് അടങ്ങിയിരിക്കുന്നതിനാണ് ജെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ്, കൺഫ്യൂസിംഗ് ടേംസ് ഒരുപാട് വരുന്നുണ്ട്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡുമാണ്. എമൽഷൻ പഠിക്കാൻ എളുപ്പമാണ്, രണ്ടും ലിക്വിഡ് ആണ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണ്. ലിക്വിഡ്സ് ഇൻ ലിക്വിഡ്. എമൽഷൻസ് എന്താണെന്ന് നോക്കാം. കാരണം എമൽഷൻസിനെ കുറിച്ച് ടോപ്പിക്കിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. Emulsions are colloidal system in which both dispersed phase and dispersion medium are liquids. രണ്ട് മീഡിയവും ലിക്വിഡ്സ് ആണ് എമൽഷനിൽ. This can be of oil in water type,
വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ്. രണ്ട് ടൈപ്പ് ഉണ്ട്, ഓയിൽ ഇൻ വാട്ടർ ടൈപ്പും വാട്ടർ ഇൻ ഓയിൽ ടൈപ്പും. എമൽഷന്റെ എക്സാമ്പിൾ മിൽക്ക്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എമൽഷൻ ഈസ് നോൺ ആസ് എമൽസിഫിക്കേഷൻ. To stabilize an emulsion, an emulsifying agent or emulsifier is added. Soap and detergents are most frequently used as emulsifiers. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ എമൽസിഫയർ എന്ന ടേം കണ്ടു. എമൽസിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏജന്റിനെയാണ് എമൽസിഫയർ എന്ന് പറയുന്നത്. എമൽസിഫയറിന്റെ എക്സാമ്പിൾസ് ആണ് സോപ്സും ഡിറ്റർജൻസും. ഇനി ഇമൽഷന്റെ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽക്ക് എമൽഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. എമൽഷൻ എന്ന പ്രോസസ്സിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എമൽസിഫയിങ് ഏജന്റിനെയാണ് എമൽസിഫയർ എന്ന് പറയുന്നത്. ആ എമൽസിഫയറിന്റെ എക്സാമ്പിൾ ആണ് സോപ്സും ഡിറ്റർജൻസും. ഇനി എമൽഷന്റെ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ മിൽക്ക് ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ ഡിസ്പേർഷൻ മീഡിയം, കൊളോയിഡൽ സോൾട്സ് ആർ ഡിവൈഡ് ഇൻടു 2 കാറ്റഗറീസ്: ലയോഫിലിക് സോൾവെന്റ് അട്രാക്ടിംഗ്, ലയോഫോബിക് സോൾവെന്റ് റിപ്പല്ലിംഗ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ MCQs വരുന്നതാണ്. നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് കൊയാഗുലേഷനെ കുറിച്ചുള്ള പോയിന്റ് ആണ്. എന്താണ് കൊയാഗുലേഷൻ നോക്കാം. ദ പ്രോസസ് ഓഫ് changing the colloidal particles in a salt into the insoluble precipitate by addition of some suitable electrolytes is known as coagulation. അപ്പോൾ ഇത്രയാണ് സ്പെഷ്യൽ നോട്ട്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നേരത്തെ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ MCQs വരുമ്പോൾ ഓരോ ടൈം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഡൗട്ടും ഒക്കെ വരും. അത് ഒഴിവാക്കാനാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്സിന്റെ സ്പെഷ്യൽ നോട്ട്സ് ആഡ് ചെയ്തത്. ഇനിയാണ് കറക്റ്റ് നമ്മൾ ടോപ്പിക്കിലോട്ട് പോകുന്നത്. പാർട്ട് 2 MCQs ഓൺ കൊളോയിഡ്. കൊളോയിഡ് എന്ന ടോപ്പിക്കിലെ MCQs ആണ് നോക്കുന്നത്. മോക്ക് ടെസ്റ്റ് നോക്കാം. ആദ്യത്തെ ചോദ്യം, അറ്റ് ദ ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ CMC, the surfactant molecules. Options: Option A associate, Option B dissociate, Option C decompose, Option D become completely soluble. At the critical micellar concentration CMC, the surfactant molecules. Answer: associate. At the critical micellar concentration CMC, the surfactant molecules associate. Extra points നോക്കാം. The formation of micelles take place only above a particular temperature called Kraft temperature and above a particular concentration called critical micelle concentration CMC. The formation of micelles take place only above a particular temperature called Kraft temperature TK and above a particular concentration called critical micelle concentration CMC. മിസൽസ് എന്താണെന്നുള്ളതിന് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. മിസൽ ഫോർമേഷൻ നടക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിയാൽ മാത്രമേ മിസൽ ഫോർമേഷൻ നടക്കുള്ളൂ. ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ക്രാഫ്റ്റ് ടെമ്പറേച്ചർ റെപ്രസെന്റ് ചെയ്യുന്നത് TK. അതുപോലെ തന്നെ മിസൽ ഫോർമേഷൻ നടക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ എത്തണം. ആ പർട്ടിക്കുലർ കോൺസെൻട്രേഷനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ അഥവാ CMC. അടുത്ത ചോദ്യം, പൊസിഷൻസ് ഓഫ് നോൺ പോളാർ ആൻഡ് പോളാർ പാർട്ട് ഇൻ മിസൽസ് ആർ അറ്റ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. ക്വസ്റ്റ്യനിൽ നോൺ പോളാർ എന്നും പോളാർ എന്നും ഉണ്ട്. ചില ചോദ്യങ്ങളിൽ തിരിച്ചു ചോദിക്കാം, പോളാർ ആൻഡ് നോൺ പോളാർ എന്ന് ചോദിക്കാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധയോടെ വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. പൊസിഷൻസ് ഓഫ് നോൺ പോളാർ ആൻഡ് പോളാർ പാർട്ട് ഇൻ മിസൽസ് ആർ അറ്റ്. മിസൽസിൽ നോൺ പോളാർ ആൻഡ് പോളാർ പാർട്ട് ഏതൊക്കെ പൊസിഷൻസിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ പോളാർ അറ്റ് ഔട്ടർ സർഫസ് ബട്ട് നോൺ പോളാർ അറ്റ് ഇന്നർ സർഫസ്. ഓപ്ഷൻ ബി പോളാർ അറ്റ് ഇന്നർ സർഫസ് നോൺ പോളാർ അറ്റ് ഔട്ടർ സർഫസ്. Option C distributed all over the surface. Option D are present in the surface only. ഉത്തരം അറിയാവുന്നവർ എഴുതുക. ഉത്തരം നോക്കാം. പോളാർ അറ്റ് ഔട്ടർ സർഫസ് ബട്ട് നോൺ പോളാർ അറ്റ് ഇന്നർ സർഫസ്. മിസൽസില് പോളാർ എവിടെയാണ് കാണപ്പെടുന്നത്? ഔട്ടർ സർഫസിൽ. നോൺ പോളാർ ഇന്നർ സർഫസിൽ. പൊസിഷൻസ് ഓഫ് നോൺ പോളാർ ആൻഡ് പോളാർ പാർട്ട് ഇൻ മിസൽസ്. ഇപ്പൊ നോൺ പോളാർ ഇന്നർ, അതായത് നോൺ പോളാർ ആയിട്ടുള്ളത് ഇന്നർ സർഫസിലും പോളാർ ആയിട്ടുള്ളത് ഔട്ടർ സർഫസിലാണ് കാണപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പൊസിഷൻസ് ഓഫ് പോളാർ ആൻഡ് നോൺ പോളാർ, അതായത് പോളാർ ആദ്യം ചോദിച്ചിട്ട് നോൺ പോളാർ രണ്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ചോദിച്ചാലും കറക്റ്റ് ആയിട്ടുള്ള പോളാറിന്റെ നോൺ പോളാറിന്റെ പൊസിഷൻ പഠിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ഒത്തിരി അറിയായിരിക്കും. വേഗം നോക്കണം, നോൺ പോളാറും പോളാറും ആണോ ഏതാണോ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. പൊസിഷൻസ് ഓഫ് നോൺ പോളാർ ആൻഡ് പോളാർ പാർട്ട് ഇൻ മിസൽസ് ആർ അറ്റ് നോൺ പോളാർ ഇന്നർ സർഫസിലും പോളാർ ഔട്ടർ സർഫസിലാണ്. ഇവിടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഓപ്ഷൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ടേംസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന നോൺ പോളാറും സെക്കൻഡ് പാർട്ട് പോളാറും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷനിൽ വരുന്നപ്പോൾ പറയുന്നത് ഫസ്റ്റ് പോളാറും സെക്കൻഡ് നോൺ പോളാറും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യണമെന്ന് പറയുന്നത്. ട്രിക്കി ക്വസ്റ്റനും ട്രിക്കി ഓപ്ഷൻസും ആണ്. കാരണം ചോദ്യത്തിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് നോൺ പോളാർ ആണ്, രണ്ടാമതാണ് പോളാർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വന്നപ്പോൾ ഫസ്റ്റ് പോളാറിന്റെ പൊസിഷനും സെക്കൻഡ് നോൺ പോളാറിന്റെ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം അറിയാമെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും.
പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കുറച്ച് ശ്രദ്ധയോടെ കൂടെ വേണം ആൻസർ ചെയ്യാൻ. നമുക്ക് ഉത്തരം അറിയാമെങ്കിലും ചിലപ്പോൾ നമ്മുടെ മാർക്ക് പോകും ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ്, ട്രിക്കി ക്വസ്റ്റൻസും ട്രിക്കി ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റൻസ് വന്നാൽ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ദ സൈസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ റേഞ്ചസ് ബിറ്റ്വീൻ ഓപ്ഷൻസ്. ഓപ്ഷൻ എ 10⁻² to 10⁻⁴ meter. Option B 10⁻�6 to 10⁻12 meter. Option C 10⁻⁹ to 10⁻�6 meter. Option D 10⁻² to 10⁻³ meter. The size of colloidal particle ranges between. Answer 10⁻⁹ to 10⁻�6 meter. The size of colloidal particle ranges between 10⁻⁹ to 10⁻�6 meter. യൂണിറ്റ് ഒക്കെ ശ്രദ്ധിച്ചു വായിച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ. അടുത്ത ചോദ്യം, which of the following is not a method of removing impurities from a colloidal salt? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണം. നോട്ട് എ മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. which of the following is not a method of removing impurities from a colloidal salt? Options. Option A electrodialysis. Option B ultracentrifugation. Option C electroosmosis. Option D distillation. Which of the following is not a method of removing impurities from a colloidal salt? Answer distillation. Extra point നോക്കാം. The process used for reducing the amount of impurities to a requisite minimum is known as purification of colloidal solution. The purification of colloidal solution methods, അതായത് കൊളോയിഡൽ സൊല്യൂഷനിലെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാനുള്ള പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ്? 1 ഡയാലിസിസ്, 2 ഇലക്ട്രോഡയാലിസിസ്, 3 അൾട്രാഫിൽട്രേഷൻ. ഡയാലിസിസ്, ഇലക്ട്രോഡയാലിസിസ്, അൾട്രാഫിൽട്രേഷൻ, ഈ 3 മെത്തേഡ്സും കൊളോയിഡൽ സൊല്യൂഷനിലെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അടുത്ത ചോദ്യം, when a few typical solutions are separated by a particular selective membrane such as protein particles, blood particles, this process is called. Options. Option A dialysis. Option B condensation. Option C filtration by animal membrane. Option D by adding electrolyte. When a few typical solutions are separated by a particular selective membrane such as protein particles, blood corpuscles, this process is called. Answer dialysis. അടുത്ത ചോദ്യം, the protecting power of lyophilic colloidal salt is expressed in terms of. Options. Option A coagulation value. Option B gold number. Option C critical missile concentration. Option D oxidation number. The protecting power of lyophilic colloidal salt is expressed in terms of. Answer gold number. The protecting power of lyophilic colloidal salt is expressed in terms of gold number. അടുത്ത ചോദ്യം, which property of colloidal solution is independent of charge on the colloidal particles? Options. Option A coagulation. Option B electrophoresis. Option C electroosmosis. Option D Tyndall effect. Which property of colloidal solution is independent of charge on the colloidal particles? Answer Tyndall effect. The property of colloidal solution which is independent of charge on the colloidal particles, Tyndall effect. Tyndall effect or light effect ആണ്. അടുത്ത ചോദ്യം, the correct option among the following is. Options. Option A colloidal particles in lyophobic salts can be precipitated by electrophoresis. Option B colloidal medicines are more effective because they have small surface area. Option C addition of alum to water makes it unfit for drinking. Option D Brownian motion in colloidal solution is faster if the viscosity of the solution is very high. The correct option among the following is. Answer Option A. Option A ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Colloidal particles in lyophobic salts can be precipitated by electrophoresis. ബാക്കി 3 ഓപ്ഷൻസിലെ സ്റ്റേറ്റ്മെന്റ്സ് റോങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. റോങ് സ്റ്റേറ്റ്മെന്റ്സിന്റെ കറക്റ്റഡ് ഫോം നോക്കാം. ആദ്യം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അതിന്റെ കറക്റ്റഡ് ഫോം വായിക്കുന്നതാണ്. Colloidal medicines are more effective because they have small surface area. ഈ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിന്റെ കറക്റ്റഡ് ഫോം നോക്കാം. Colloidal medicines have large surface area. Colloidal medicines ഇഫക്റ്റീവ് ആവാൻ കാരണം അവയ്ക്ക് ലാർജ് സർഫസ് ഏരിയ ഉള്ളതുകൊണ്ടാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, addition of alum to water make it unfit for drinking. Alum is added to impure water to coagulate the suspended impurities and make water fit for drinking purpose. Next statement, Brownian motion in colloidal solution is faster if the viscosity of the solution is very high. അതിൽ വെരി ഹൈ എന്നുള്ളത് തെറ്റായിട്ടുള്ള പോയിന്റ് ആണ്. സ്മോളർ ദ സൈസ് ആൻഡ് ലെസ്സർ ദ വിസ്കോസിറ്റി, ഫാസ്റ്റർ ഈസ് ദ മോഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് എ നാച്ചുറൽ colloid? Options. Option A sodium chloride. Option B blood. Option C urea. Option D cane sugar. Answer blood. അടുത്ത ചോദ്യം, a substance which readily forms colloidal solution in contact with water is called. Options. Option A hydrophobic colloid. Option B hydrophilic colloid. Option C associated colloid. Option D extrinsic colloid.
A substance which readily forms colloidal solution in contact with water is called. Answer: hydrophilic colloid. A substance which readily forms colloidal solution in contact with water is called hydrophilic colloid. Hydrophilic എന്ന് പറഞ്ഞ വേർഡ് മീനിങ് വാട്ടർ ലവിംഗ് എന്നാണ്. അടുത്ത ചോദ്യം, measuring theta potential is useful in determining which property of colloidal solution. Options: option A viscosity, option B solubility, option C stability of the colloidal particles, option D size of the colloidal particles. Measuring theta potential is useful in determining which property of colloidal solution. Answer: stability of the colloidal particles. Measuring theta potential is useful in determining stability of the colloidal particles. Colloidal particles ന്റെ stability measure ചെയ്യാനാണ് theta potential യൂസ് ചെയ്യുന്നത്. Extra point: the combination of the two layers of opposite charges around the colloidal particles is called Helmholtz electrical double layer. The first layer of ions is firmly held and is termed fixed layer, while the second layer is mobile, which is termed diffused layer. Next point: since separation of charge is a seat of potential, the charge of opposite signs on the fixed and diffused parts of the double layer results in difference in potential between these layers. This potential difference between the fixed layer and the diffused layer of opposite charge is called the electrokinetic potential or theta potential. Highlight ചെയ്തിരിക്കുന്ന പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക. ബാക്കി പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ആ പോയിന്റ്സ് ഒക്കെ വായിക്കാം. Next, the presence of equal and similar charges on colloidal particles is largely responsible in providing stability to the colloidal solution because the repulsive forces between charged particles having same charge prevent them from coalescing or aggregating when they come closer to one another. ഇത്രയും പോയിന്റ്സ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഈ പോയിന്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം, Tyndall effect is exhibited by options: option A urea solution, option B NaCl solution, option C glucose solution, option D starch solution. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. Tyndall effect is exhibited by starch solution. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. കൊളോയിഡൽ സൊല്യൂഷനെയും ട്രൂ സൊല്യൂഷനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് Tyndall effect. Tyndall effect കൊളോയിഡൽ സൊല്യൂഷനിൽ മാത്രമാണ് ആപ്ലിക്കബിൾ. ട്രൂ സൊല്യൂഷനിൽ Tyndall effect ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ആൻസർ സ്റ്റാർച്ച് സൊല്യൂഷൻ വന്നത്. Urea solution, NaCl solution, sodium chloride solution, and glucose solution are true solutions. True solutions Tyndall effect applicable അല്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ആൻസർ സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ്. സ്റ്റാർച്ച് സൊല്യൂഷൻ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്. അതുകൊണ്ടാണ് Tyndall effect അപ്ലൈ ആവുന്നത്. അടുത്ത ചോദ്യം, on which of the following properties does the coagulating power of an ion depend? Options: option A the magnitude of the charge of the ion alone, option B size of the ion alone, option C both magnitude and sign of the charges on the ion, option D the sign of the charge on the ion alone. On which of the following properties does the coagulating power of an ion depend? Answer: both magnitude and sign of the charges on the ion. ഇത്രയാണ് ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ആർക്കും മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.